അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചൈന കാഴ്ചകൾ എന്താണെന്നൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ആദ്യം ഞങ്ങളിപ്പോൾ എന്തായാലും ഒരു റോഡിൻ്റെ മേൽപ്പാലം ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ആദ്യം എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ ഒരാളെ മനസ്സിലാക്കിച്ച് ആ വഴിയെല്ലാം കണ്ടുപിടിക്കണം. ഇപ്പോൾ അവിടെ മാനം മുട്ടാകെ ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. ബസ്സിൽ കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നത്തെയും പോലെ തന്നെയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ബസ് നമ്പറൊന്നും നോക്കി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല നമ്മളിന്ന് പോകുന്ന സ്ഥലത്തേക്ക് കേട്ടോ. അപ്പോൾ ഇത് ഇവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിരിക്കുകയാണ്. നമുക്ക് പോകേണ്ട സ്ഥലം നമ്മൾ ലൊക്കേഷൻ ഇടും. ആ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസ് ഏതെങ്കിലും ഒരു ബസ്സിൽ ആ സൈഡിലേക്കല്ല ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി കേട്ടോ. ഏതെങ്കിലും ഒരു ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ആ ബസ് നമുക്ക് പോകേണ്ടത് റൈറ്റിലേക്കാണ്, ഈ ബസ് ലെഫ്റ്റിലേക്കാണ് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങും. അവിടെ നിന്ന് നേരെ റോഡ് ക്രോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ടുള്ള ബസ്സിൽ കയറും. അതാണ് ഇതുവരെയ്ക്കുള്ള നമ്മുടെ പരിപാടി കേട്ടോ. അല്ലേ, ഇപ്പം ഭയങ്കര ബുദ്ധിമാനാണ്, അതുകൊണ്ടാണ് കണ്ടോ. പിന്നെ നമുക്ക് ഇത് കണ്ടോ, താഴെക്കൂടെ റോഡുണ്ട്, മേലെക്കൂടെ റോഡുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര സുഖമായിട്ട് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലൊരു എന്താ പറയുക, പേടിക്കാതെ റോഡെല്ലാം ക്രോസ് ചെയ്യാൻ പറ്റും. ഞായറാഴ്ചയായിട്ടും ആളുകളുടെ രാവിലെയുള്ള ഓട്ടത്തിനൊരു കുറവില്ല കേട്ടോ. ആളുകളെല്ലാം ജോലിക്കെല്ലാം പോകുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള സ്ട്രീറ്റിലുള്ള ഈ ചെടികളെല്ലാം രാവിലെ ഒരു വണ്ടി വന്നിട്ട് നനച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ. എല്ലാ ദിവസവും അതുണ്ടാവും. പിന്നെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ബസ്സിനകത്തൊക്കെ പോകുന്ന സമയത്തില്ലേ, നമ്മുടെ എന്താ പറയുക, ഒരു വലിയൊരു ലോറിക്കകത്ത് വെള്ളം ഇങ്ങനെ പിടിച്ച് നിറയ്ക്കുന്നുണ്ടാവും കേട്ടോ. നല്ല രസമാണ്. നമുക്കിപ്പോൾ പോകെ നമുക്കിപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വന്നു. പിന്നെ റയർ കേസിൽ എന്താ പറയുക, ഇതുപോലെ 1-2 പ്ലാസ്റ്റിക് കവറുകളോ അങ്ങനെയുള്ള ചപ്പ് ചവറുകളൊക്കെ ഇടുന്നുണ്ടാവും. അത് മിക്കവാറും ഇവിടെയുള്ള ആളുകളായിരിക്കില്ല, പിന്നെ ഏതൊരു നാട്ടിലും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റും. പിന്നെ എല്ലാം അവിടെ മരങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എല്ലാം നല്ല വൃത്തിയായിട്ട് ഇതേ കണ്ടോ, നല്ല ഭംഗിയാക്കിയിട്ടാണ് കേട്ടോ എല്ലാം വെച്ചിരിക്കുന്നത് അവർ. ആകെ എനിക്ക് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇങ്ങനത്തെ സ്കൂട്ടറുകൾ കണ്ടോ. ഇതാ ഈ സാധനങ്ങൾ മാത്രമാണ്. ഇതിനാണെങ്കിൽ ഒരു ഒച്ചയും വിളി ഉണ്ടാവില്ല, ബാക്കിൽ വരും. ഇവർ മാത്രമാണ് പെട്ടെന്ന് ഇങ്ങനെ എന്താ ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത്. നമുക്കവിടെ ഒരു പോലീസ് സ്റ്റേഷൻ കാണാൻ പറ്റും. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കേട്ടോ പോലീസ് സ്റ്റേഷൻ കാണുന്നത്. അധികം കാണാതിരിക്കട്ടെ അല്ലേ, അധികം കാണാണ്ടിരിക്കട്ടെ എന്ന് പോലീസ് സ്റ്റേഷനേ. നമ്മളിപ്പോൾ പുറത്ത്, അതായത് നമ്മൾ മാൾട്ടയിലൊക്കെ അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രിയിലൊക്കെ പുലീസിയ അല്ലേ, പുലീസിയ. നമ്മൾ ചൈനയിലിപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പോലീസ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടോ ഇങ്ങനത്തെ സൈക്കിൾ നമുക്ക് എടുക്കാം കേട്ടോ. ഇതിനകത്ത് ഇതേ കണ്ടോ, സ്കാൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട് സ്കാന്, ഇവിടെയും സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ ഈ ഗൂഗിൾ പേ അങ്ങനെയൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ പറയുന്നത് അലിപേ എന്നാണ് കേട്ടോ. അലിപേ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് കാർഡെല്ലാം യൂസ് ചെയ്യുന്നവർക്ക് ഈ അലിപേ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡെബിറ്റ് കാർഡ് പറ്റില്ല, ക്രെഡിറ്റ് കാർഡ് തന്നെ വേണം കേട്ടോ. അപ്പോൾ അത് വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതൊരു മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ഞങ്ങൾ നടക്കുന്നത് കണ്ടില്ലേ, ഈ നടത്തം നമുക്ക് ഒഴിവാക്കായിരുന്നു. നമുക്ക് അത് സ്കാൻ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇപ്പം നമ്മളതിന് ശ്രമിച്ചുമില്ല. പിന്നെ എന്തോ എനിക്ക് തോന്നുന്നു ഇതൊരു പാർക്കാണ്, ഹ്യൂങ്കാങ് പാർക്ക്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഓപ്പൺ സൂ കാണാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ,
എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നാട്ടിലേക്ക് വെച്ച് നോക്കുമ്പോൾ പണികളെല്ലാം കുറവാണ് ഇവിടെ നടക്കുന്നത്. റോഡ് പണിയാണെങ്കിലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഈ യൂറോപ്പിലൊക്കെ ഉള്ള പോലെ പെട്ടെന്ന് ഇവിടെ തീർക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമ്മുടെ എന്താ പറയുക, അവനെൻ്റെ ടോട്ടോനെ കളിയാക്കുകയാണ്. ഞാനങ്ങനെ ശീലിച്ചു പോയി. എന്താണ് നമ്മളെ അല്ലേ യൂറോപ്പ്, അതായത് ഒരു യൂറോപ്യൻ കൺട്രിയെക്കാട്ടി വൃത്തിയുണ്ട് അല്ലേ, ഭയങ്കര വൃത്തിയാണ്. ട്രാഫിക് തെറ്റിച്ചിട്ട് പോണത് ഇവര് മാത്രമേ ഉള്ളൂ. ഇവർക്ക് ട്രാഫിക് റൂൾസ് കുഴപ്പമില്ല ആവുന്നുണ്ട് കേട്ടോ എനിക്ക്. ലൈസൻസ് ഓക്കെ, പക്ഷേ ട്രാഫിക് അതെ ഇവര് പോകുന്നത് വാക്ക് വേയിൽ കൂടെയാണ് പോകുന്നത്. നമ്മൾ സീബ്ര ക്രോസിങ്ങിൽ കൂടിയാണ് ക്രോസ് ചെയ്യുന്നത്, റോഡ് ക്രോസ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയോ അവൻ ഇംഗ്ലീഷ് ചൈനീസ് പറഞ്ഞും മലയാളം ചൈനീസ് പറഞ്ഞിട്ടും വഴി മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഏകദേശം ഒരു 800 മീറ്റർ കൂടെ നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ അവർ നമുക്ക് വഴിയെല്ലാം പറഞ്ഞു തന്നു. സൂ എന്ന് പറഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി, അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട്. ഇത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആണോ? അതെ, നെല്ലൊക്കെ ഉണ്ടോ? നെല്ല് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ഓഫ് ചൈന. നമുക്ക് അവിടെ അയാൾ വഴി വരച്ചു തന്നാണ് കേട്ടോ. പറഞ്ഞുതരാൻ മുപ്പരെ കൊണ്ട് നടക്കില്ല, എന്നാൽ സഹായിക്കുകയും വേണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ അവർ പറഞ്ഞു വരച്ചിട്ട് ഇത് കൂടെ കാണിച്ചു തന്നു, ഇങ്ങനെ പോകണം പറഞ്ഞു. രാവിലെ തന്നെ നമുക്കിവിടെ എല്ലാവരും റോഡെല്ലാം ക്ലീൻ ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. എല്ലാ സ്ട്രീറ്റിലും ഉണ്ടാവും കേട്ടോ ആളുകൾ. നല്ല വൃത്തിയായിട്ട് തന്നെ നോക്കിയൊക്കെ എല്ലാം വൃത്തിയായി ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്നു കിടന്നിട്ട് ദേ ഗുവാൻസോ സുലോഗൽ ഗാർഡൻ. സത്യം പറഞ്ഞാൽ സുവോളജിക്കൽ എന്നല്ല ഇത്. എന്നാ അങ്ങനെ ആയിരിക്കും. ബയോളജി പറഞ്ഞ പ്ലാന്റ്സ്, സുവോളജി പറഞ്ഞ അനിമൽസ്, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചോ. എന്താണെങ്കിലും അവൻ പറയണത് ഇതേ അവിടെ ഒരു ഉണ്ടക്കുട്ടി ഓടി ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് ഓഫീസ് ഫോർ ഗുവാൻസോ സൂ. ഹായ് ഇംഗ്ലീഷ്. ആടാ ഇവിടെ എടാ വിഗോ, ഇവിടെ ഇംഗ്ലീഷ് ഉണ്ടടാ. ടിക്കറ്റ് ഓഫീസ് ഫോർ ഗുവാൻസോ സൂ ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. സമാധാനമുണ്ട്. എന്തായാലും ടിക്കറ്റ് കൗണ്ടറാണ്. എഴുതിയിട്ടുണ്ട് എന്തൊക്കെ 80, 50, 30, 75, 90, 40 യുവാൻ ടിക്കറ്റിന് അല്ലേ? ഓക്കെ, എന്നില്ലേ ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മൾ 40 കൊടുത്ത് ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് ഉള്ളിലേക്ക് പോകാം. ക്യാമറ കൊണ്ടുപോകാൻ പറ്റുമോ അറിയില്ല, നോക്കാം. 10:30 to 4:30 അതുവരെ ചിമ്പാൻസി വരുള്ളൂ. എല്ലാവരും നോക്കുന്നുണ്ട് ഇത് കുന്തം ചിമ്പാൻസിനെ കാണാണ്ട്. ഇതേ കണ്ടോ, നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ റോട്ടിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ മേലെ കൂടെ വെച്ചിരിക്കുന്ന പോലത്തെ പാലം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉറപ്പായും വിചാരിച്ചു ചിമ്പാൻസിൻ്റെയും കുട്ടീൻ്റെയും ചിത്രവും കൊടുത്തിട്ടുണ്ട്. ഇതെവിടെ നോ ഫീഡിങ് നോ ടീസിങ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചിമ്പാൻസി ഉണ്ടടാ അവിടെ. അയ്യോ, ചിമ്പാൻസിനെ കാണാനില്ലേ. കൂടെ ഒരു ചിമ്പാൻസി ഉണ്ട് എന്നല്ലാതെ പുറത്തുനിന്ന് ഒരു ചിമ്പാൻസിനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഗൈസ്. അതന്നെ അവന് നീയാന്നൊക്കെ പറഞ്ഞ് എന്താന്നറിയില്ല. മാത്രമല്ല വൃത്തിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് വൃത്തി. നമ്മുടെ അവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിൻ്റെ അവിടെ കുറേ മറ്റേ ലൈസിൻ്റെ കവർ ഇട്ടിട്ടുണ്ടാവും, കുറേ ഇപ്പുറത്ത് ഇട്ടിട്ടുണ്ടാവും, മറ്റേ കുറേ 7-അപ്പിൻ്റെ കുപ്പി ഉണ്ടാവും. പിന്നെ ഇവിടെ വേസ്റ്റ് ഇടരുത് പറയുന്ന അവിടെ 100 കുപ്പി ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും വലിയൊരു ടൗണിൻ്റെ അകത്താണ് കേട്ടോ ഈ ഒരു സെറ്റപ്പ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു കാട്ടിലേക്ക് പോകുന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇവൻ്റെ വർത്തമാനം കേട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഡ്രാഗൺ ഡ്രൂഗണാണുള്ളത്.
ആളാണ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശോകമായിട്ടാണ് നിൽക്കുന്നത് ഗൈസ്, എന്താണെന്നറിയില്ല. പക്ഷെ ഇയാളെ കാണാനും വലിയ തടിയൊന്നുമില്ല, ഒന്നും കഴിക്കാൻ കിട്ടാത്ത പോലെ ഉണ്ട് പാവം. ഇവിടെ ആണെങ്കിൽ ഇതേ ഒരാൾ വയ്യാതെ കിടക്കുന്നു. വയ്യാതെ കിടക്കല്ല, ഉറങ്ങുക. ഓ നമ്മളെ കണ്ടു കഴിഞ്ഞിട്ടതേ മൂപ്പര് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. അതേ വരുന്നുണ്ട്. പക്ഷെ ഒന്നും ഒരു തടിയില്ലല്ലോ അല്ലേ. സംഭവം ഈ പരിസരത്തൊന്നും വേറെ സൂ ഇല്ല പോകുന്നുണ്ട്. അമ്മാതിരി തിരക്കാണ് ഇപ്പം ഇന്ന്. എല്ലാ ആളുകളും നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ പോയതും വഴി ഒരുക്കി തന്നു. അങ്ങോട്ട് വരുമോ, അങ്ങോട്ട് വാ. ഒറ്റ ചാട്ടാത്ര. അതാ നിന്നെ കണ്ടത് മുങ്ങിപ്പോയി വെള്ളത്തിൽ. നാട്ടിൽ പൂരത്തിനടക്കാൻ ആനേനെ കണ്ടിട്ട് നോക്കാത്തവനാണ് ഇവൻ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ചൈനയിൽ വന്നിട്ട് ആനേനെ കാണാൻ വേണ്ടി ഓടുക. ഇത് കൊള്ളാട്ടോ, നല്ല രസമുള്ളൊരു ആന. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അല്ലേ? പക്ഷെ എന്താ കളർ ഇങ്ങനെ, ഇതെന്താണ് അടിക്കി നിൽക്കണോ? മറ്റേ മാസ്റ്ററിൽ വിജയ് സേതുപതി നിൽക്കുന്ന പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കാൻ നമുക്കിവിടെ എന്താ പറയുക, എല്ലാവരും ജിറാഫിനെ എല്ലാവരും ഫീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമില്ല. ജിറാഫ് പിന്നെ ഒന്നും ചെയ്യില്ല തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം, ഒരു സാധു മൃഗമാണല്ലോ ജിറാഫ്. വന്നതിലൊരു കാര്യം ഉണ്ടായി കേട്ടോ. ഇവിടെ വന്നപ്പോൾ ജിറാഫിനെ കാണാൻ പറ്റി. കണ്ട ഇല ഇനി തിന്നാൻ കൊടുത്തിട്ട് ഇവിടെ നിന്ന് അടി വാങ്ങിക്കെട്ടാൻ എനിക്ക് പറ്റില്ല കേട്ടോ. എന്ത് അവരെന്താ കൊടുക്കണത്? അവർ അവിടെ നിന്ന് എന്തോ ഇല പറിച്ച് കൊടുക്കുന്നേ ആയിരിക്കും. നീ വല്ല വിഷയിലയും പറിച്ചു കൊടുത്തിട്ട് ജിറാഫും തട്ടിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് വിഗോ ആകെ സീനാവട്ടാ. ഇവന് ഇല കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇല കൊടുക്കാൻ നീ ആരും തട്ടിപ്പറിച്ച് വാങ്ങട ഇല. അല്ലെ താഴെ കൂടെ നല്ല എടുക്ക്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണ്ടോ, ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലേ. ജിറാഫിന് ഫീഡ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രത്യേകം ഒരു ടിക്കറ്റ് എടുക്കണം. 20 അത് ശരിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുലി എല്ലാം ഭയങ്കര ശോകമാണ്. ജിറാഫാണെങ്കിൽ തടിച്ചു കൊഴുത്തിരിക്കുന്നുണ്ട്. കാരണം ജിറാഫിന് ആകെ പാർക്കിലേക്ക് എത്ര 20 ഉള്ളൂ അല്ലേ. ജിറാഫിന് തീറ്റ കൊടുക്കണമെങ്കിൽ 20 വേണം കേട്ടോ. 20 യുവാൻ കൊടുത്തിട്ട് വേണം ജിറാഫിന് തീറ്റ കൊടുക്കാൻ. അപ്പോൾ 20, 40. ഹലോ ഞാൻ വീഡിയോ എടുക്കണുണ്ട്. മൂപ്പര് അന്നവിട്ട് വന്ന് നോക്കുകയാണ്, എന്താണ് ഈ ചെക്കൻ ചെയ്യുന്നത്. ജിറാഫിൻ്റെ മുഖം നോക്ക്, നല്ല സൂപ്പറായിട്ട് കേട്ടോ. പക്ഷേ 20 രൂപയ്ക്ക് വർത്തൊക്കെയാണ്. പക്ഷേ നമുക്ക് വേണ്ട, നമുക്ക് വറുത്തല്ല. ഉള്ളിലൊരു മുത്തപ്പനുണ്ട് കേട്ടോ. കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ. വയ്യ മൂപ്പർക്ക്, വയസ്സായി പോകുന്നുണ്ട്. ഉണ്ടോ? പൊളിയായിട്ടുണ്ടല്ലോ നമ്മുടെ കാണ്ടാമൃഗം. ഇയാളെ കൊണ്ട് പിന്നെ വലിയ ശല്യമൊന്നുമില്ല, ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഉണ്ടോ? ഇതെന്താണ്? ഇതിനെ കണ്ട പാവത്തിനെ പോലെ ഉണ്ടല്ലോ. ഇതെന്താണ് സാധനം? ഇത് വരയാടാ? എൻ്റെ മീത്ത് തുടക്കല്ലേ കള്ളപ്പാരത്തെ. ഇതേ പോണോ നമ്മുടെ കുംഫു പാണ്ട. ഒന്ന് നോക്കണ പോലും ഇല്ലല്ലോ ആള്. ഇതേ വരുന്നു ഗൈസ് നമ്മുടെ കുംഫു പാണ്ട. ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ട് കാണാൻ. പാണ്ടേനെ കാണാനായിരുന്നു കേട്ടോ ഒടുക്കത്തെ തിരക്ക്. ഇഷ്ടം പോലെ ആളുകളുള്ള. പാണ്ടയ്ക്ക് ഉള്ള അത്ര ആളുകൾ വേറെ ഒന്നിനുമില്ല. അതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആളുകളെ കണ്ടിട്ട് പാവ ദേഷ്യം വന്ന് കണ്ടിട്ടാ. അതാണ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊന്തണ പോലും ഇല്ല. ഇതിൻ്റെ ചുറ്റുവാണെങ്കിൽ ഒരു 100 ആളുകളുണ്ട് കേട്ടോ. 100 പോട്ടെ. ഒരബദ്ധം പറ്റിപ്പോയി എന്തായാലും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല.
പക്ഷെ പാർക്ക് എന്തായാലും നമ്മളൊരു 20 രൂപ കൊടുത്തതിനുള്ളൊരു മുതലൊക്കെ ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇവിടുത്തെ ഒരു ഇവിടെ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുതന്നെയാണ് ഒരു മെയിനായിട്ടുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ ഇതേ കുറേ അങ്ങോട്ട് നോക്കിയപ്പോൾ അതെന്താ അരയന്നങ്ങളാണോ, അവിടെ കുറേ പേരുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഓഫ് ഡേയിൽ വന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടോ, ഇതേ അവിടെ ഉണ്ട് കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ട്. 我在里面哦，一直在里面，后面放下出来了。 അയ്യ, ഇതെന്താണ്? കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഇതൊരു രക്ഷയില്ല, നല്ല കളർ സാധനങ്ങളാണല്ലോ. വാവ്, കൊച്ചിൻ്റെ പുതിയ പ്ലക്കോര. കൊച്ചിൻ്റെ പുതിയ അപ്പളക്കോരൻ. ഞാനിതാണെങ്കിൽ മറ്റേ നമ്മുടെ മീനിൽ മാത്രമാണ് കേട്ടോ ഈ കളർ കണ്ടിട്ടുള്ളൂ. ചെമ്പല്ലിയില്ലേ, പുതിയ അപ്പളക്കോരൻ ചെമ്പല്ലി. നമ്മളെ പാർക്കിൻ്റെ ഉള്ളിൽ കൂടി കുറേ ദൂരം നടന്നു കേട്ടോ. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊറോട്ട വീശുന്നത് കണ്ട് ഞാൻ ദേവനോട് പറഞ്ഞു പൊറോട്ട വീശുന്നുണ്ട്. അപ്പോൾ ഒന്നും ആയിരിക്കില്ല പറഞ്ഞു. പക്ഷേ പൊറോട്ട വീശൽ ഞാൻ കണ്ടത് കറക്റ്റായിരുന്നു, പക്ഷേ കുറച്ച് വ്യത്യസ്തമാണ്. അതായത് നമ്മളത് പ്രശാന്ത് അണ്ണനാണ്, കാരക്കുടി. പൊറോട്ട വീശലും കാര്യങ്ങളൊക്കെ അതെ, പക്ഷേ പൊറോട്ടയ്ക്കകത്ത് പഴം വയ്ക്കുന്നുണ്ട് അല്ലേ. വീശിയടി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അതെ, പൈനാപ്പിൾ എന്തിനാണെന്ന് അറിയില്ല, ഇവരുടേതായ ഒരു സംഭവം. ഇത് പക്ഷേ ഞാൻ നാട്ടിൽ കഴിച്ചിട്ടൊന്നുമില്ല. വേണ്ട ഒന്ന് നല്ല കറക്കി അടിക്കുന്നുണ്ട്, അടിപൊളി. പ്രശാന്ത് റോക്സ്. നമ്മളിപ്പോൾ ക്യാൻടോൺ ടവറിൻ്റെ താഴെ വന്ന് നിൽക്കണം കേട്ടോ. താഴെ ഉള്ള മെക്ഡിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മൾ മെക്ഡിയിലാക്കി കേട്ടോ. രാത്രിക്കുള്ളത് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ. ഫുള്ള് നമ്മൾ നാട്ടിലത്തെ പോലെയല്ല, ഒടുക്കത്തെ തിരക്കാണ്. രാത്രി ഇതന്നെ കഴിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലേഡിക്ക് ഓർഡറൊക്കെ എടുക്കാൻ അറിയുന്നുണ്ട്, ഭാഗ്യം. ഇംഗ്ലീഷെല്ലാം അറിയുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. നമ്മൾ നേരത്തെ KFC-യിലൊക്കെ പോയപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മെക്ക് അടിപൊളിയായി തോന്നുന്നുണ്ട്. ഇവിടെ ആളുകൾ വരുമല്ലോ, അതായത് ഈ ടവർ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നല്ലൊരു തിരക്കും ഉണ്ടാവും കേട്ടോ ഇവിടെ. കാരണം ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണ്. വേണ്ട നമ്മളിപ്പോൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ. നമുക്ക് ഇതേ ഇവിടെ മിസ്റ്റർ ബീനാണല്ലോ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്നത്, അല്ലാതെ ആളുകളുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പോകുമ്പോൾ അതായത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൂറിസ്റ്റിന് നമ്മുടെ ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം എന്നാണ് പറയുന്നത്, പാസ്പോർട്ട്. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, നമുക്ക് മനസ്സിലായത് കേട്ടോ. നമ്മളാകെ വണ്ടർ അടിച്ചിട്ട് വന്നതാണ് ഗൈസ്, പക്ഷേ മൂഞ്ചിപ്പോയി. പിന്നെ എന്തൊക്കെയോ ഇവിടെ ബോർഡുകൾ എഴുതിയിട്ടുണ്ട്. ചൈനീസിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് ആവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വായിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്കിവിടെ കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പ്രൈസ്, പിന്നെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ അതാ നമുക്ക് ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരെ പോവാം, ഇവിടെ വരെ പോവാം, അങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നും മനസ്സിലാവുള്ള അവിടെ എന്തോ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭാഗ്യം ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാൻടോൺ ടവർ, അത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത് ക്യാൻടോൺ ടവറിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഏകദേശം അല്ല 600 മീറ്റർ പൊക്കം ഉള്ള ക്യാൻടോൺ ടവറാണ്. അപ്പോൾ ഇത് അതായത് ചൈനയിലത്തെ ഏറ്റവും പൊക്കം കൂടിയ ടവറാണ്. പിന്നെ ലോകത്തിലെ 3ാമത്തെയാണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. ഒരു രക്ഷയില്ല. ഇന്ന് ശനിയാഴ്ചയൊക്കെ ആയതുകൊണ്ടായിരിക്കണം ഒരുപാട് ആളുകൾ ഇതിന് ചുറ്റും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കയറാൻ പറ്റിയിട്ടില്ല. അകത്തേക്ക് നമുക്ക് നമ്മൾ പാസ്പോർട്ടൊന്നും എടുക്കാതെയാണ് കേട്ടോ വന്നത്. അപ്പോൾ നമുക്കതിൻ്റെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. കാണാൻ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കളേഴ്സ് ആണെങ്കിൽ എപ്പോൾ നോക്കിയാലും കണ്ടത് ഇതിൻ്റെ ലൈറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗി എന്ന് പറയുന്നത്.
ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് തിരക്ക് പോയിട്ടോ. കാരണം കുറച്ച് മുമ്പാണ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് പോയി വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ 10 യുവാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതിൻ്റെ ടവറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എല്ലാം എടുത്തു തരുന്നു, ആളുകൾ എടുത്തു തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലത്തേക്ക് പോലെ തന്നെയാണ് അത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചുറ്റിക്കറങ്ങി വന്നു. എന്തായാലും നൈറ്റ് വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുള്ളൂ. അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ നമുക്ക് പകൽ വന്ന് കാണാം. അകത്തേക്ക് അകത്ത് വന്ന പകൽ നമുക്കിതിലും എന്താ പറയുക കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ രാത്രിയാണ് ടവറിൻ്റെ മേലെ കയറുന്നുണ്ടെങ്കിൽ ബിൽഡിങ്സ് ഫുള്ള് ലൈറ്റ്സ് ആയിട്ടുള്ള ഫുള്ളും ഇതിൻ്റെ ചുറ്റുമുള്ള ബിൽഡിങ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മൈ ഗോഡ്, ഇതാണ് നമ്മൾ ക്യാൻടൺ ടവറിൻ്റെ ഒരു വ്യൂ നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ് പുറത്തു നിന്നുള്ളത്. അകത്തു നിന്നുള്ളത് നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ വെച്ചിട്ട് കാണാൻ പറ്റിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടേക്കാം. എൻ്റെ ദൈവം, ഇത് ഞാൻ ഒരുപാട് ശരിക്കേണ്ടി വരുമല്ലോ. തരാൻ തരാ യൂ അപ്പോൾ നമുക്ക് എന്തായാലും റോഡ് ക്രോസ് ചെയ്തിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം. ഇവിടെ ക്യാൻടൺ ടവറിൻ്റെ ലൈറ്റ്സ് ഉണ്ട്. ഹൗ മച്ച്? വൺ സെക്കൻഡ്. ഇവിടെ എല്ലാവരും വേണോ? ഇത് വേണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹൗ മച്ച്? ദേ കാണുന്നു നമ്മൾ ഗൈസ്. നമ്മുടെ കയ്യിലുമുണ്ട് ക്യാൻടൺ ടവർ. 10 യുവാൻ. അപ്പോൾ നമ്മുടെ അടുത്ത് ഈ ചേച്ചി പറഞ്ഞത് 10 യുവാനാണെന്നാണ്. 10 യുവാന് കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. ക്യാൻടൺ ടവർ ഒന്ന് മേടിച്ചേക്കാം എന്തായാലും. ഇവിടെ എല്ലാ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ? അങ്ങനെ ക്യാൻടൺ ടവറൊക്കെ കണ്ട് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്ത് ഞങ്ങളിത് നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇവിടെ എല്ലാവരും നമ്മുടെ ക്യാൻടൺ ടവറിൻ്റെ ടോയ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളപ്പോഴേക്കും വാങ്ങി. ഓൾറെഡി ബോട്ട് ബാക്ക്. നോ ഓൾറെഡി ബൈ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. ബാഗിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് 30 രൂപ ബാഗ് തുറക്കാൻ വരികയാണ്. കൊച്ചു കള്ളി നമ്മളെ നോക്കി ചിരിക്കുന്ന കുറേ പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കണ്ട. നീ ഇങ്ങോട്ട് നമ്മളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് പോകുന്നത്? ഇതെന്താ മെട്രോ ആണോ? അവിടെ കുറേ ലൈറ്റുള്ള ബിൽഡിംഗ്, എല്ലാ ബിൽഡിങ്ങുകളിലും പല വർണ്ണങ്ങളിലുള്ള ലൈറ്റാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ഭുതം. വെറുതെ എല്ലാ സന്തോഷ് ജോർജ് ഭയങ്കര സാർ ഇങ്ങോട്ട് വരണം പറഞ്ഞത്. ഇവിടെ ഫുള്ള് കളറല്ലേ, നല്ല ലൈറ്റ് അല്ലേ. എന്താ ചെയ്യാ? നമ്മൾ ക്യാൻടൺ ടവർ കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഒരു പരപ്പ് ജനക്കൂട്ടട്ടാ. എന്താണ് കാര്യം അറിയാൻ വേണ്ടി നമ്മളിങ്ങോട്ട് ഓടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ നമ്മുടെ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ ഒരു അടിപൊളി വ്യൂ പോയിന്റ്. പക്ഷേ മറൈൻ ഡ്രൈവ് എല്ലാം ചുറ്റും ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ബിൽഡിങ്ങുകളിലെല്ലാം ലൈറ്റ് ഉണ്ട്. മറൈൻ ഡ്രൈവത്തെ പോലെ തന്നെ ബോട്ട് ഉണ്ട്. പക്ഷേ അക്കത്തിൽ LED ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. മൊത്തം നമ്മൾ ആ ബ്രിഡ്ജിൽ കൂടെയാണ് കേട്ടോ അങ്ങോട്ട് വന്നത്. ഒരു രക്ഷയില്ലാത്ത കിടുക്കാച്ചി വ്യൂ ട്ടാ. ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരൻ തന്നെയാണ്. എല്ലാവരുടെ കയ്യിൽ ഈ ടവറാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ കുറച്ച് ആളുകൾ ഇതെന്താ LED ലൈറ്റ് വിൽക്കാനുള്ളതാണ് അല്ലല്ലേ, കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് അവർ. സോറി, ആളെ മാറിപ്പോയി. ഇപ്പോൾ കൊണ്ടേനെ ഞാൻ മേടിച്ചു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഒരു സ്പീഡ് ബോട്ടെല്ലാം പോകുന്നുണ്ട് ഗൈസ്. ഇവിടുത്തെ ഒരു 1.5 വ്യൂ ആണ്. ഈ വ്യൂ കാണാനാണ് ആളുകളൊക്കെ വന്നിരിക്കുന്നത്. മനസ്സിലായോ നിനക്ക്? നീ കുറേ നേരമായി. നീ ആ ഫ്രെയിം നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. നീ എടുത്ത ഫ്രെയിം ഒന്ന് കാണിച്ചാ. ആഹാ, അവിടെ മനോഹരമായിട്ടൊരു പട്ടിക്കുഞ്ഞിനെയും കൊണ്ടൊരു ചേട്ടൻ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, സൂപ്പർ. നമ്മളപ്പോൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇത് മറൈൻ ഡ്രൈവ് തന്നെ, അതന്നെ. ചുംബന സമരമൊന്നുമില്ല ഇവിടെ എത്ര വേണമെങ്കിലും ചുംബിച്ച് നടക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രശ്നമില്ല. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത്. മനോഹരമായ സായാഹ്നം തന്നെയാണിത്.
ഇയാളെയും കൊണ്ട് തോറ്റ് ഫ്രെയിം കൊണ്ട് അതന്നെ അവനൊരു 100 തവണ എടുത്തിട്ടുണ്ടാവും ഫ്രെയിം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം നിൽക്കാം. ഇനിയിപ്പോൾ അവൻ ആ ഫ്രെയിമൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും ഒരു സമയമാവും. രാത്രി വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടക്കുകയാണ് കേട്ടോ ഗൈസ്. നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രെയിമാണ് അപ്പോൾ ഈ സംഭവം പുറകിൽ കാണുന്നത്. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം ഇതുകൊണ്ട് തന്നെ ആയിരിക്കണം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ കുറേ നേരമായിട്ട് നമ്മൾ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നിട്ട് ഇത് കഴിയുന്നില്ല. ഇതിൻ്റെ സൈഡിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഏറ്റവും ദൈവം ഇതേ നോക്കിയൊക്കെ നമ്മുടെ ഈ ക്യാൻറ്റൺ ടവറിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് റൈറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ഈ ബീച്ച് പോലെയുള്ള ഈ അല്ലെ മറൈൻ ഡ്രൈവ് പോലെയുള്ള ഈ ഒരു എന്താ പറയുക ഈവനിങ്ങിൽ നടക്കാൻ പറ്റിയ ഒരു സ്ഥലവും ഇതിങ്ങനെ ആ ഒരു അറ്റം വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ടാക്സി എടുക്കണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് കിടക്കണോ ഇങ്ങോട്ട് കിടക്കണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ നടക്കണം കേട്ടോ. പക്ഷെ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു കാഴ്ചകൾ എന്ന് പറയുമ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഞാനും ബൊമ്മയും കൂടെ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ രസം ഉണ്ടാവുമായിരുന്നു. കാഴ്ചകളുടെ കാര്യം എൻ്റെ കൂടെയുള്ള കണ്ടില്ലേ, എപ്പോൾ നോക്കിയാലും മൊബൈൽ നോണ്ടിയും കൊണ്ടേ നടത്തണം അവൻ്റെ പരിപാടി. പക്ഷേ ഇവിടുത്തെ ഒരു വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ബിൽഡിങ്സിലും അങ്ങനെ മൊത്തം ലൈറ്റ്സാണ് കേട്ടോ. ഇതേ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ കണ്ടില്ല ഒരു ബ്ലൂ കളറ്, അതിനകത്ത് മൊത്തം ഒരു സ്ക്രീന് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. നാട്ടിലൊക്കെ ഇങ്ങനെ എപ്പോൾ വരുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കേട്ടോ അതായത് നമ്മുടെ ആ ക്യാൻറ്റൺ ടവറിലേക്ക് കണ്ടുപോകും കേട്ടോ. അത്രയും നല്ല രസമായിട്ടുള്ളത് കൊണ്ടായിരിക്കണം. അതിനകത്ത് പറയുമ്പോൾ ഓരോ സമയത്ത് നോക്കുമ്പോൾ ഓരോ കളേഴ്സാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ അതിക്കന്നെ ഇങ്ങനെ കണ്ടുപോകും. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ ഈ കാണുന്ന ഗ്രീൻ കളർ ടാക്സി നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ഗ്രീനിനകത്ത് ചിലവർ നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെയുള്ള അതായത് ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീറ്റർ അതായത് മീറ്റർ റണ്ണിങ്ങിനാണ് നമ്മളിവിടെ പൈസ കൊടുക്കേണ്ടത് കേട്ടോ. അതായത് നമ്മളിതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിമം ചാർജ് എന്ന് പറയുന്നത് 12 യുവാനാണ്. അപ്പോൾ നാട്ടിലത്തെ ഏകദേശം എത്ര ഒരു 1000 രൂപ അല്ല 1000 ഉണ്ടാവില്ലല്ലോ, 12 എന്ന് പറയുമ്പോൾ എത്രയായി എനിക്ക് പിടിയിട്ടുന്നില്ല. അപ്പോൾ അത്ര പൈസ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ച് പിന്നെ മഞ്ഞ കളർ ടാക്സി ആയിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതല്ലാന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിങ്ങനെ ചുമ്മാ തർക്കിച്ച് നിന്നിട്ട് ഇങ്ങനെ നമ്മൾ മീറ്ററില്ലാത്തതുകൊണ്ട് നമ്മൾ മൂഞ്ചി പോവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോർമൽ ടാക്സി എടുക്കാം. കണ്ട നമ്മുടെ നാട്ടിൽ കൊടൈക്കനാലിൽ വന്നിട്ട് പറയുന്ന പോലെ ഹലോ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാര്യമില്ല, അതേ ഒരാൾ അവൻ്റെ കൈ പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. പീഡന കുറ്റത്തിന് നമുക്ക് കേസ് കൊടുക്കും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടുതലും കുറവല്ല എന്തായാലും മഞ്ഞ ടാക്സി പിടിക്കാൻ നോക്കുക. യെല്ലോ കളർ ടാക്സി ഇതേ പോകുന്നത് കണ്ട, അതാണെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആണ്. അപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല ലോക്കൽ ടാക്സിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ വായ തോന്നുന്ന പൈസയും പറയും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പിടിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കയറ്റി എവിടെയും കൊണ്ട് ഇറക്കി വിട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് തർക്കിക്കാനോ പിടിക്കാനോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് മഞ്ഞ ടാക്സി അല്ലെങ്കിൽ പിന്നെ ഈ കാണുന്ന അതും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ടാക്സി കിട്ടാത്തതുകൊണ്ട് നടക്കുകയാണ്. ഇനി ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബസ് പിടിച്ച് നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എത്തുമ്പോഴേക്കും ഒന്നുമില്ല. ഞാൻ വീഡിയോ ഓണാക്കി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. ഇതേ ഇപ്പുറത്ത് മാനം മുട്ടാക്കി നിൽക്കുന്ന ക്യാൻറ്റൺ ടവറുണ്ട്, ഇപ്പുറത്ത് ഫുള്ള് ലൈറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളുണ്ട്. നമ്മളാണെങ്കിൽ പെരുവഴിയിലുമാണ്, പക്ഷേ മനോഹരമായിട്ടുള്ളൊരു പെരുവഴിയാണ് അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നല്ലോ. ഞങ്ങൾ നല്ല ഓപ്പൺ തുറന്ന് കിടക്കുന്ന സൂവിൽ പോയിട്ടുണ്ടായിരുന്നു. ഓപ്പൺ സൂ ഇപ്പോൾ ക്ലോസ് ആയിട്ടുണ്ടാവും അല്ലേ. ഓപ്പൺ സൂവിൽ പോയി അതെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ